ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എക്സാറുടെ പരീക്ഷയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഇനി അടുത്ത വർഷം മുതൽ നമ്മൾ 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും ഈ സേ എക്സാം കൊണ്ടുവരുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇനി എല്ലാ മക്കളും ശ്രദ്ധിക്കാനുള്ളതായിട്ട് പഠിക്കാതെ ഇനി ഒരു രക്ഷയില്ല. പണ്ടത്തെ കണക്ക് ഓൾ പാസ് സിസ്റ്റം കുറേശ്ശെയായിട്ട് സർക്കാർ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടായിരുന്നു 8th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ഈ വർഷം അത് നടപ്പിലാക്കിയത്. അടുത്ത വർഷം 7ാം ക്ലാസ് കുട്ടികൾക്കും ഈ 30% മാർക്ക് നേടാനായില്ലെങ്കിൽ സേ എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ തുടക്കം മുതൽ തന്നെ നിങ്ങൾ നന്നായി പഠിക്കാനാണ് ഞാൻ പറയുന്നത്. കാരണം ഇനി പരീക്ഷ ജയിക്കുക അത്ര എളുപ്പമാവില്ല. ഓൾ പാസ് സിസ്റ്റം എല്ലായിടത്തും എന്തെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾക്ക് അക്ഷരം പോലും അറിഞ്ഞൂടാത്ത കുട്ടികളാണ് ഹൈസ്കൂളിലേക്ക് കയറുന്നത്. ഹൈസ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി ടീച്ചേഴ്സ് പാസ്സാക്കി വിടുന്ന അല്ലെങ്കിൽ ഓൾ പാസ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ അവർ പഠിച്ചില്ലയോ അവർക്ക് അക്ഷരം എഴുതാൻ അറിയാവോ, സ്വന്തം പേര് പോലും എഴുതാൻ കഴിയാത്ത ഒത്തിരി കുട്ടികളുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ്. കാരണം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം ഉന്നത നിലവാരത്തിൽ എത്തിക്കേണ്ടതിന് മുന്നോടിയായിട്ട് അതൊരു നല്ല കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പഠിക്കുക, വെറുതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, എഴുതാനും വായിക്കാനെങ്കിലും കുട്ടികൾ അറിവ് നേടണമല്ലോ. അതിനു വേണ്ടിയാണല്ലോ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ കുട്ടികൾ തുടക്കം മുതൽ നന്നായി പഠിക്കുക. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ LP ക്ലാസ് മുതൽ ആ ഒരു സിസ്റ്റം കൊണ്ടുവരണമെന്ന് തന്നെയാണ്. LP UP ഒക്കെ തുടക്കം നന്നായിരിക്കണം. കുട്ടികൾ മിക്കപ്പോഴും ബേസ് ഇല്ലാതെ പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിച്ചിട്ട് പിന്നെ ഒരു 5ാം ക്ലാസ് ആകുമ്പോൾ അവരെ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടാക്കുന്നു. അതപ്പോൾ അവർക്ക് അവിടെയില്ല ഇവിടെ ഇല്ലാത്ത ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്നു, അക്ഷരം അറിയാതെ വരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഹിന്ദിയാണ് നമ്മൾ 8ാം ക്ലാസ്സിൽ ഫലം വന്നപ്പോൾ കണ്ടത്. ഹിന്ദിയാണ് ഒരുപാട് കുട്ടികൾക്ക് പോയേക്കുന്നതെന്ന് മനസ്സിലായി. നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്താണ്? 5ാം ക്ലാസ് മുതലാണ് ഹിന്ദി പഠിച്ചു തുടങ്ങുന്നത്. 5ാം ക്ലാസ്സിൽ ഹിന്ദി പഠിച്ചു തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ കുട്ടികൾ എഴുതേണ്ടത് പ്രൊഫൈലും ലെറ്ററും ഒക്കെയാണ്. അപ്പോൾ പരീക്ഷയൊക്കെ നമുക്ക് പോസ്റ്ററൊക്കെ ആണെങ്കിൽ പരീക്ഷയ്ക്ക് ഒത്തിരി എളുപ്പമാണെങ്കിൽ നമ്മുടെ അക്ഷരം ബേസ് ആവുന്നില്ല. അപ്പോൾ ഒരു വർഷം എന്തായാലും നന്നായിട്ട് അക്ഷരം പഠിച്ചു അത് വാക്കുകൾ കൂട്ടിച്ചേർത്ത് പഠിച്ചു മാത്രമേ നമുക്ക് വാചകത്തിലേക്ക് കടക്കാൻ കഴിയാറുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് പല കുട്ടികളും 5ാം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അക്ഷരങ്ങൾ ഒരാഴ്ച കൊണ്ട് ടീച്ചേഴ്സ് പഠിപ്പിച്ചു തീർക്കുന്നു. അത് കഴിഞ്ഞ് ഏകദ്യോതനം പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് കളേഴ്സ് പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് മൃഗങ്ങളുടെ പേര് പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ ഒരു പ്രൊഫൈലിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും അക്ഷരം പഠിക്കുന്നത് വെറുതെ കാണാപ്പാടം പഠിച്ചെന്തെങ്കിലുമൊക്കെ എഴുതുന്നു. അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ വായിക്കാൻ പറ്റാതാവുന്നു. അപ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ഒരു പാസേജ് വായിച്ചിട്ട് അതിൽ നിന്ന് ആൻസർ എഴുതാനൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തിനും ബേസായിട്ട് എന്താ വേണ്ടത്? അക്ഷരങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊരു LKG അല്ലെങ്കിൽ ഒരു 1ാം ക്ലാസ് അല്ലെങ്കിൽ 2ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഹിന്ദി അക്ഷരങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുക ഗവൺമെൻറ് സ്കൂളുകളിൽ. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ വയ്ക്കുക, ഹിന്ദി ഓർ മലയാളം, അങ്ങനെ നിർബന്ധിപ്പിച്ച് പഠിപ്പിക്കാതെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ഇത്. അപ്പോൾ നമ്മൾ പറയാനുള്ളത് അടുത്ത വർഷം മുതൽ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കും പുനഃപരീക്ഷയുടെ ഒരു ഘടന വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും നന്നായി പഠിക്കുക, നല്ലൊരു ബേസിക് ഉണ്ടാക്കിയെടുക്കുക, തുടക്കം മുതലേ നന്നായി പഠിച്ചു പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.